ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്ന പേപ്പർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അതുപോലെ തന്നെ LDC ഇതേയുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് 50/2011 LDC 2011 പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത്? സ്വത്തവകാശം. സ്വത്തവകാശം ഒരു മൗലിക അവകാശമല്ല, അത് മൗലിക അവകാശത്തിൻ്റെ കൂട്ടിൽ നിന്ന് ഒഴിവാക്കിയതാണ്. സ്വത്തവകാശം ഒരു മൗലിക അവകാശം അല്ല. താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി ഏത്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്, കാരണം ഈ വാറ്റ് ഒഴികെ ബാക്കിയെല്ലാം പരോക്ഷ നികുതിയാണ്. പരോക്ഷ നികുതി അല്ലാത്തതാണ് വാറ്റ്. ഇപ്പോൾ ഈ പരോക്ഷ നികുതി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ നമ്മൾ GST മാത്രം നോക്കിയാൽ മതി. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആര്? പീറ്റർ ബെൻസൺ. പീറ്റർ ബെൻസൺ ആണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ. പൈറോമീറ്ററിന്റെ ഉപയോഗം എന്ത്? ഉയർന്ന താപനില അളക്കുന്നതിന്. ഉയർന്ന താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ. ജോഷ വെഡ്ജ് വുഡ് എന്ന സയൻറ്റിസ്റ്റാണ് ഈ പൈറോമീറ്റർ കണ്ടുപിടിച്ചത്. ജോഷ വെഡ്ജ് വുഡ്. താപത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് തെർമോഡൈനാമിക്സ് എന്നാണ്. തെർമോഡൈനാമിക്സ് എന്നാണ് താപത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ആകെ ഊർജമാണ് താപം. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ആകെ ഊർജം. താപം അളക്കാനുള്ള ഉപകരണമാണ് കലോറിമീറ്റർ. ഒരു കലോറി എന്നാൽ 4.2 ജൂളാണ്. 2011 ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര്? ഹോസ്നി മുബാരക്. ഹോസ്നി മുബാരക് ആണ് 2011 ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ്. ഹോസ്നി മുബാരക്കിന്റെ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു, NDP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. കറുത്ത രാജ്യം അഥവാ കെമറ്റ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. കറുത്ത രാജ്യം അഥവാ കെമറ്റ് എന്ന പേരിൽ ഈജിപ്റ്റ് അറിയപ്പെടുന്നു. തഹരീൻ ചത്വരം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. തഹരീൻ ചത്വരം. ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ആണ്. നാണയം ഈജിപ്ഷ്യൻ പൗണ്ട്. ദേശീയ പുഷ്പം താമരയാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ആണ്. നാണയം ഈജിപ്ഷ്യൻ പൗണ്ടാണ്. ദേശീയ പുഷ്പം താമരയാണ്. ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ദിനാർ. ദിനാറാണ് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം. ആഫ്രിക്കയ്ക്കുള്ളിലെ അറേബ്യൻ രാജ്യം എന്നറിയപ്പെടുന്നതാണ് ലിബിയ. പോയിന്റ് ഓർത്തിരിക്കുക, ആഫ്രിക്കയ്ക്കുള്ളിലെ അറേബ്യൻ രാജ്യം എന്നറിയപ്പെടുന്നത് ലിബിയാണ്. തലസ്ഥാനം ട്രിംപോളിയാണ്. ലിബിയയുടെ തലസ്ഥാനം ട്രിംപോളിയാണ്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യവും ലിബിയാണ്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ലിബിയാണ്. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനമുള്ള രാജ്യമാണ് ലിബിയ. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനമുള്ള രാജ്യം ലിബിയാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം ലിബിയയിലെ അൽ അസിസിയാണ്, 58 ഡിഗ്രി സെൽഷ്യസ്. ലിബിയയിലെ അൽ അസിസിയിലാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം. ലിബിയക്കെതിരെ നാറ്റോ സൈന്യം നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ ഒഡീസി സോൺ. ഓപ്പറേഷൻ ഒഡീസി സോൺ. അടുത്തത്, അരവിന്ദ് ഘോഷ് രചിച്ച പുസ്തകമേത്? ലൈഫ് ഡിവൈൻ. ലൈഫ് ഡിവൈൻ ആണ് അരവിന്ദ് ഘോഷ് രചിച്ച പുസ്തകം. ഓഗസ്റ്റ് 15 ജന്മദിനമായ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയാണ് അരവിന്ദ് ഘോഷ്. 1872 ഓഗസ്റ്റ് 15 അരവിന്ദ് ഘോഷ് തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇത് അരവിന്ദ് ഘോഷിൻ്റെ വാക്കുകളാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. അലിപ്പൂർ ബോംബ് കേസിനെ തുടർന്ന് അറസ്റ്റിലായ സ്വാതന്ത്ര്യസമര സേനാനിയാണ് അരവിന്ദ് ഘോഷ്. അലിപ്പൂർ ബോംബ് കേസിനെ തുടർന്ന് അറസ്റ്റിലായ സ്വാതന്ത്ര്യസമര സേനാനി അരവിന്ദ് ഘോഷാണ്. അരവിന്ദ് ഘോഷ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ കർമ്മയോഗി, ആര്യ, അത് ഇംഗ്ലീഷിലാണ്, ധർമ്മം,
ബംഗാളിയിലാണ്. ഇതെല്ലാമാണ് കർമ്മയോഗി, ആര്യ, ധർമ്മം അരവിന്ദ ഘോഷ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും അരവിന്ദ ഘോഷാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷാണ്. അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസ കാവ്യം സാവിത്രിയാണ്. 24,000 വരികളുള്ള സാവിത്രിയാണ് അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസ കാവ്യം. വിദ്യാഭ്യാസ ദർശനങ്ങൾ പ്രചരിപ്പിക്കാനായി അരവിന്ദ ഘോഷ് പോണ്ടിച്ചേരിയിൽ സ്ഥാപിച്ച ആശ്രമം അരവിന്ദോ ആശ്രമമാണ്. അരവിന്ദോ ആശ്രമം 1910. ജീവകം കെയുടെ രാസനാമം എന്ത്? ഫില്ലോക്കിനോൺ. ഫില്ലോക്കിനോൺ എന്നാണ് ജീവകം കെയുടെ രാസനാമം. കുടലിൽ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. കുടലിൽ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ കെ ആണ്. പ്രതിദിനം മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിൻ കെയുടെ അളവ് 0.03 mg/kg ഓഫ് ബോഡി വെയ്റ്റ് ആണ്. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ. വിറ്റാമിനുകൾ കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ്. മേധ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ടാണ് മേധ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി. ലോകകപ്പ് ഫുട്ബോളിൽ 2010 സ്പെയിൻ്റെ വിജയ ഗോൾ നേടിയ താരം ആന്ദ്രേ ഇനിയസ്റ്റയാണ് ലോകകപ്പ് ഫുട്ബോളിൽ 2010 സ്പെയിനിൻ്റെ വിജയ ഗോൾ നേടിയ താരം. യൂറോപ്യൻ വൻകരയ്ക്ക് പുറത്തുവച്ച് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ. ഒരു വ്യക്തി പ്രകൃത്യ അവൻ്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ ചിന്തകനാരെ? അരിസ്റ്റോട്ടിലാണ് ഒരു വ്യക്തി പ്രകൃത്യ അവൻ്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ മഹാൻ. ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ജനിച്ചത് BC 384 മാസിഡോണിയയിലെ സ്റ്റാഗിറയിലാണ്. അപ്പോൾ ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ ജനിച്ചത് BC 384 മാസിഡോണിയയിലെ സ്റ്റാഗിറയിലാണ്. ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ശാസ്ത്രത്തെ പ്രകൃതിശാസ്ത്രം, ജീവശാസ്ത്രം, രാജ്യതന്ത്രം, തത്വശാസ്ത്രം എന്നിങ്ങനെ വിഭജിച്ചത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടലിൻ്റെ ഗുരു പ്ലേറ്റോയും അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യൻ അലക്സാണ്ടറുമാണ്. അരിസ്റ്റോട്ടിൽ ആരംഭിച്ച പാഠശാല ലൈസിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. അരിസ്റ്റോട്ടലിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പോയറ്റിക്സ്, റിറ്റോറിക്, കാറ്റഗറീസ്, മെറ്റാഫിസിക്സ്, ഓർഗനോൺ എന്നിവ. അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെട്ടു? സാപ്തി. അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം സാപ്തി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. ഭൂനികുതി നേരിട്ട് പിരിക്കുന്ന സമ്പ്രദായമായ സാപ്തി ആദ്യം ആരംഭിക്കുകയും പിന്നീട് നിർത്തലാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് അക്ബർ. സാപ്തിക്ക് പകരം അക്ബർ ആരംഭിച്ച ഭൂനികുതി സമ്പ്രദായമാണ് ദേശവൽക്കരണ ഭൂനികുതി വ്യവസ്ഥ അഥവാ ഐൻ-ഇ-ദസല. ഹിന്ദുക്കളുടെ മേൽ ചുമത്തിയിരുന്ന തീർത്ഥാടന നികുതി, ജസിയ എന്നിവ നിർത്തലാക്കിയ ഭരണാധികാരിയും അക്ബറാണ്. പൊതുജനങ്ങൾക്ക് നേരിട്ട് ചക്രവർത്തിയെ മുഖം കാണിച്ച് ബോധിപ്പിക്കാനായി അക്ബർ ആരംഭിച്ച സംവിധാനമാണ് ചരോഗ ദർശൻ. ചരോഗ ദർശൻ നിർത്തലാക്കിയത് ഔറംഗസേബാണ്. പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത്? 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നതിനായി കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ലിഡ ജേക്കബ് കമ്മീഷൻ. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം 1976. ദേശീയ പ്രാഥമിക വിദ്യാഭ്യാസ മിഷൻ നിലവിൽ വന്നത് 1995.
ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1946. 1946 മാർച്ച് 24-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്. ഇന്ത്യൻ കരങ്ങളിലേക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായി ഇന്ത്യ സന്ദർശിച്ച 3-അംഗ ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ കരങ്ങളിലേക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായി ഇന്ത്യ സന്ദർശിച്ച 3-അംഗ ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നിവരാണ്. ക്യാബിനറ്റ് മിഷനെ നയിച്ചത് പെത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശയെ തുടർന്നാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വൈസ്രോയ് വേവൽ പ്രഭുവായിരുന്നു. താഴെ പറയുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? പ്രിയങ്ക. പ്രിയങ്കയാണ് അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം. പ്രീതി, പ്രിയ എന്നിവ അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങളാണ്. പ്രീതി, പ്രിയ, പ്രിയങ്ക. പ്രിയ വരുന്നതെല്ലാം പാവലാണെന്ന് ചെറുതായിട്ട് ഓർത്തിരിക്കുക. പാവക്കയുടെ ശാസ്ത്രീയ നാമം മോർമോഡിക്ക ചാരൻഷ്യ എന്നാണ്. മോർമോഡിക്ക ചാരൻഷ്യ. ലോക പ്രമേഹ ദിനം എന്ന്? നവംബർ 14. ശിശുദിനത്തിന് അന്ന് തന്നെയാണ് ലോക പ്രമേഹ ദിനവും. നവംബർ 14 ലോക പ്രമേഹ ദിനം. ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ഡയബറ്റിക്സ് മെലിറ്റക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരീരത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ്. ആരോഗ്യവാനായ ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 80 മുതൽ 120 വരെ മില്ലിഗ്രാം പെർ 100 ml ആണ്. ഇൻസുലിൻ്റെ അഭാവം മൂലം രക്തത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന അവസ്ഥയാണ് പ്രമേഹം. പ്രമേഹം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ബെനഡിക്ട് ടെസ്റ്റാണ്. സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ റവല്യൂഷൻ. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യത്തിൻ്റെ അളവ് 12.5%. മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം C ആണ്. മുട്ടയിലെ കൊഴുപ്പില്ലാത്ത ഭാഗം വെള്ളയും മുട്ടയിലെ ഏറ്റവും പോഷകസമൃദ്ധമായ ഭാഗം മഞ്ഞക്കരുവുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. മുട്ട ഉൽപ്പാദനത്തിന് പേരുകേട്ട സ്ഥലം നാമക്കലാണ്, തമിഴ്നാട്ടിലെ നാമക്കൽ. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വലിയ കോശവും ഒട്ടകപ്പക്ഷിയിലെ മുട്ടയ്ക്കുള്ളിലെ മഞ്ഞക്കരുവാണ്. BMW കാർ നിർമ്മിക്കുന്ന രാജ്യമേത്? ജർമ്മനി. ജർമ്മനിയിലാണ് BMW കാർ നിർമ്മിക്കുന്ന രാജ്യം. ലോകത്തിലെ വില കൂടിയ കാർ നിർമ്മാതാക്കളിൽ ഒന്നാണ് BMW. ജർമ്മനിയിലെ മ്യൂണിച്ചാണ് BMWവിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിൽ BMWവിൻ്റെ ആസ്ഥാനം ഗൂർഗവോണാണ്, ഹരിയാനയിലെ ഗൂർഗവോൺ. മേഴ്സിഡീസ് ബെൻസും ഒരു ജർമ്മൻ ബ്രാൻഡ് കാറാണ്. മേഴ്സിഡീസ് ബെൻസിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനം പൂനെയാണ്. അംബാസഡർ കാറുകൾ നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ആസ്ഥാനം ഉത്തരപുരയാണ്, പശ്ചിമബംഗാളിലെ ഉത്തരപുര. 2010 മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തി? കോളിൻ ഫിർത്ത്. കോളിൻ ഫിർത്താണ് 2010 മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തി. ഓസ്കാർ അവാർഡ് നൽകുന്ന സംഘടന അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് ആണ്. എന്നാൽ 2018 ഗ്യാരി ഓൾഡ്മാൻ ആയിരുന്നു ബെസ്റ്റ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ ഡാർക്കസ്റ്റ് ഹവർ എന്ന സിനിമയ്ക്ക് ഗ്യാരി ഓൾഡ്മാനാണ് മികച്ച നടനുള്ള ഓസ്കാർ 2018 നേടിയത്. ഹരിതവേട്ട എന്ന സൈനിക നടപടി ആർക്കെതിരെയായിട്ടാണ്? മാവോയിസ്റ്റുകൾക്കെതിരെയാണ് ഹരിതവേട്ട എന്ന സൈനിക നടപടി ഉള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഴത്തിൽ വേരോടുകയും രാജ്യത്തെ 20ഓളം സംസ്ഥാനങ്ങളിൽ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്ത മാവോവാദി പ്രസ്ഥാനത്തെ 5 വർഷം കൊണ്ട് അമർച്ച ചെയ്യാനുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്.
ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ കരുസന്യാനും ചാരു മജുംദാറുമാണ്. നേപ്പാൾ മുതൽ ആന്ധ്രാപ്രദേശ് വരെ നക്സലുകൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖല അറിയപ്പെടുന്നത് ചുവപ്പ് ഇടനാഴി എന്നാണ്. നക്സലൈറ്റ് തീവ്രവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സേനാ വിഭാഗം കോബ്ര ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിന് തുടക്കം കുറിച്ച സ്ഥലം ഗഡ്ചിറോളിയാണ്. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി 2009. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.